പാരാമെട്രിക് കർവ് എന്താണെന്നറിയോ? അറിയത്തില്ല, പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇത്രയും നാളെടുത്ത എക്സാമ്പിളിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റോ അല്ലെ എന്തെങ്കിലിന്റെ കറണ്ട് പൊസിഷൻ നോക്കണമെങ്കിൽ അവിടുത്തെ എക്സും അവിടുത്തെ വൈ വാല്യൂ ആണ് നമ്മൾ യൂഷ്വലി നോക്കാറ്. അവിടെ എക്സും വൈ ആരെ ഡിപ്പെൻഡ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്താലോ, എക്സും വൈയും ആരെയും ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടിരുന്നാലോ, അതായത് എക്സ് ആൻഡ് വൈ ആർ ഫങ്ഷൻസ് ഓഫ് സംതിങ്. മനസ്സിലായി? നമ്മുടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവിടെ പറയുന്നത് എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ എക്സ് മാറുന്നതിനനുസരിച്ച് വൈ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? അതായത് ഇപ്പം വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. എക്സിന് നമ്മളൊരു വാല്യൂ ഇട്ട് കൊടുത്താൽ ആ വാല്യൂവിനനുസരിച്ച് വൈ മാറും. അപ്പൊ നമുക്ക് എന്ത് പറയാം? വൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയാം. നമ്മൾ യൂഷ്വലി അങ്ങനെയുള്ളതാ കണ്ടിട്ടുള്ളത്. പക്ഷേങ്കിൽ ഈ എക്സും വൈയും വേറെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയാലോ, ഏതെങ്കിലും ഒരു പാരാമീറ്ററിനെ, അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പാരാമീറ്ററൈസ്ഡ് കർവ് എന്ന് പറയുന്നത്. അതായത് നേരത്തെ വൈ എക്സിനെ ഡിപ്പെൻഡന്റ് ആയിരുന്ന കേസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എക്സും വൈയും ഡിപ്പെൻഡിങ് ഓൺ സംവൺ. ആരും ആവാം. സപ്പോസ് ടൈം എടുക്കുക. ടൈം എന്ന് ഞാൻ പറയാനുള്ള കാര്യം എന്താ? അതായത് നമ്മളിപ്പോ ഒരു ട്രാജക്ടറി മോഷൻ എടുക്കുകയെന്ന് വെച്ചാൽ, അതായത് ഒരു ബോള് ഗ്രൗണ്ടിൽ നിന്ന് എടുത്ത് എറിയുകയെന്ന് വെച്ചാൽ, എറിയുമ്പം അതിനൊരു ഹൊറിസോണ്ടൽ, അതായത് അതിനൊരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ട്, ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ബോൾ എടുത്ത് എറിഞ്ഞു. ബോൾ എടുത്ത് എറിയുമ്പം 1 സെക്കൻഡ് കഴിഞ്ഞ് എന്റെ ബോൾ എന്റെ അടുത്തുനിന്ന് എത്ര ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ എത്ര വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് 1 സെക്കൻഡ് കഴിയുമ്പം. ഓക്കെ, അവിടെ എക്സും വൈയും ആരനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക? ടൈമിനനുസരിച്ച്. 1 സെക്കൻഡ് ആയിരിക്കുമ്പോൾ എക്സും വൈയും എവിടെയും ആയിരിക്കും, അതായത് ഹൊറിസോണ്ടൽ പൊസിഷനും വെർട്ടിക്കൽ പൊസിഷനും. രണ്ടാമത്തെ സെക്കൻഡ് ആകുമ്പോൾ അത് വേറെ എവിടെയും ആയിരിക്കും. അതായത് സെക്കൻഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് എക്സും വൈയും അവിടെ ഫങ്ഷൻസ് ഓഫ് ടൈമാണ്. മനസ്സിലായത്? എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് ടി എന്ന് വിളിക്കാം, നമുക്ക് വൈ ഈക്വൽ ടു വൈ ഓഫ് ടി എന്ന് വിളിക്കാം. ഓക്കെ, അതാണ് സാധനം, അതാണ് പാരാമെട്രിക് കർവ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരിക്കലും ടൈമിനെ കൊണ്ട് എക്സ് ആക്സിസിൽ വെച്ചിട്ട് അങ്ങനെ ഞാൻ തെറ്റിദ്ധരിക്കരുത്. ടൈമിനെ എക്സ് ആക്സിസിൽ വെക്കുകയല്ല, ഇവിടെ ഈ ആക്സിസിൽ നമ്മുടെ ടൈം വെളിയിൽ നിൽക്കുക. മനസ്സിലായോ? ടൈം ഇതിന് വെളിയിൽ നിൽക്കുക. ഇവിടെ എക്സിലും വൈയിലും നമ്മൾ ടൈമിനെ വെച്ചിട്ടേ ഇല്ല. നിങ്ങളുടെ എക്സ് ആക്സിസിൽ ടൈമിനെ കൊണ്ട് വെച്ചാൽ നിങ്ങൾക്ക് പാരാമെട്രിക് ഫംഗ്ഷൻ ഒരിക്കലും കിട്ടത്തില്ല. നിങ്ങൾക്ക് എന്താണെന്നുള്ള ഐഡിയ കിട്ടത്തില്ല. നിങ്ങളത് മറന്നേക്ക്. നമ്മൾ കാരണം പൊതുവെ പൊസിഷൻ ടൈം ഗ്രാഫിലോ അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിലോ എല്ലാം നമ്മൾ ടൈമിനെ അവിടെ എക്സ് ആക്സിസിൽ കൊണ്ടല്ലേ വെക്കുന്നത്. ഇത് അതല്ല കേസ്. ടൈമിനെ നമ്മൾ മാറ്റി വെച്ചേക്കുക. നിങ്ങൾ പ്രൊജക്ടറി മോഷൻ ആലോചിക്കുക. അവിടെ എന്റെ പന്തിന്റെ ഹൊറിസോണ്ടൽ പൊസിഷനും വെർട്ടിക്കൽ പൊസിഷനും നമ്മൾ അവിടെ നോക്കുന്നത്. ഓക്കെ, അവിടെ എവിടെയും ഗ്രാഫ് ആ പ്ലെയിനിന്റെ ടൈം ഇല്ല. ടൈമിനനുസരിച്ച് അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇതിന്റെ ലോജിക്ക്. ഓക്കെ, സപ്പോസ് ഇതൊരു ചെറിയൊരു എക്സാമ്പിൾ മാത്രം. ഇത് ഏതോ ഒരു എക്സാമ്പിൾ. ഓക്കെ, ഒരു പരാബോള. ഓക്കെ, ഇതിന് ഇതുമായിട്ടൊരു ബന്ധമില്ല, ഒരു എക്സാമ്പിൾ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അറ്റ് ടൈം ഈസ് ഈക്വൽ ടു 0.01 എന്റെ എക്സ് പൊസിഷൻ ഇതും വൈ പൊസിഷൻ ഇതുവാ. കുറച്ചു നേരം കഴിയുമ്പോൾ ഉണ്ട് അറ്റ് ടൈം ഈസ് ഈക്വൽ ടു 0.710 എന്റെ എക്സ് എന്ന് പറഞ്ഞ ഇതും എന്റെ വൈ എന്ന് പറഞ്ഞ ഇതുവാ. കണ്ടോ? കുറച്ചും കൂടെ കഴിഞ്ഞ് അറ്റ് ടൈം ഈസ് ഈക്വൽ ടു 1.070 എന്റെ എക്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതും ഇത്രയും, വൈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതുവാ, ഇത്രയുണ്ട്. ഓക്കെ, മനസ്സിലായി? ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളിതാ ബൈ പൈതഗോറസ് തിയറം നമ്മൾ ഇവിടെ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. കണ്ടോ? നമുക്ക് ഇതിനെ ഡെൽറ്റാസ് എന്ന് വിളിക്കാം. അതായത് നമ്മളിപ്പോൾ കറന്റ് ഒരു പൊസിഷനിൽ നിന്നതാ. അവിടെ നമ്മൾ ഒരു ടൈം കഴിയുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ എക്സും മാറിയിട്ടുണ്ട്, വൈ മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മാറിയ ചേഞ്ച് ഇൻ എക്സിനെ ഡെൽറ്റ എക്സ് എന്നും മാറിയ ചേഞ്ച് ഇൻ വൈനെ ഡെൽറ്റ വൈ എന്നും വിളിക്കാം. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് നമുക്ക് അതിനെ ഡെൽറ്റാസ് എന്നും വിളിക്കാം. ഈ ഡെൽറ്റാസ് ആരാ? ആർക്ക് ലെങ്ത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ നേരത്തെ എക്സാമ്പിളിൽ. അതായത് ഇത് നമ്മൾ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞൊരു സാധനം, ഇത് അതായത് ആർക്ക് ലെങ്ത് എന്താണെന്ന് അറിയാത്തവർക്ക് ഓൾറെഡി പറയാം. നമ്മൾ ഓൾറെഡി ആർക്ക് ലെങ്തിനെ കുറിച്ച് വളരെ 2 വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒന്നുകൂടെ പറയുന്നില്ല, അവിടെ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് അറിയാത്തവരാണെങ്കിൽ അവിടെ പോയി കണ്ടിട്ട് വരുന്നതായിരിക്കും ബെറ്റർ. അവിടെ ഇക്വേഷനും എല്ലാം പറഞ്ഞ് എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സിമ്പിളാ, ഷോർട്ടാ. ഓക്കെ, ഇതാണ് നമ്മുടെ ആർക്ക് ലെങ്ത്. ഇപ്പൊ തോന്നും ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതല്ലേ കൊണ്ടുവന്നതെന്ന്. അതിനൊരു കാര്യമുണ്ട്. അതിനെന്ത് ചെയ്യുക? നമ്മൾ എത്രത്തോളം, നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട്, ഡെൽറ്റ എക്സിനെ എത്രത്തോളം ചെറുതാക്കുന്നോ അത്രത്തോളം
ഡെൽറ്റാസ് നമ്മുടെ ഈ പറഞ്ഞ കർവിനോട് സെയിം ആവും നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ എക്സാമ്പിൾ അവിടെ ആർക്ക് ലെങ്തിന്റെ എക്സാമ്പിളിൽ പറഞ്ഞതാ. എവിടാ ഓർക്കുന്നില്ലേ? അവിടെ. അതാ ഞാൻ പറഞ്ഞത്, ഓർമ്മയില്ലെങ്കിൽ അവിടെ പോയി ഇത് ജസ്റ്റ് ഒന്നുകൂടെ ഒരു പോർഷൻ കണ്ടിട്ട് വരണം. ഓക്കെ, അപ്പൊ എന്താണ്, അത്രയും ചെറുതായിരിക്കുമ്പോൾ ഒരു സെയിം ആവും. ഇതിപ്പോ ഇത്രയും വലിയ ഡിസ്റ്റൻസ് ഉണ്ടാകണ്ട, മനസ്സിലായോ? ആൻഡ് ഇവിടുത്തെ ഡെൽറ്റ എക്സ് പറയുന്ന അങ്ങനെ ടൈം വേരി ചെയ്താൽ മതി. ടൈം അതിന് കുറെ മുമ്പത്തെ ടൈം എടുത്താൽ മതി. അപ്പൊ ഡെൽറ്റ എക്സ് കുറയും. ഡെൽറ്റ എക്സ് കുറയുമ്പോൾ കറസ്പോണ്ടിങ് ഡെൽറ്റ വൈയും കുറയും. അതുപോലെ ആർക്ക് ലെങ്തും കുറയും. ടൈം കുറച്ചാൽ മതി. ഓക്കെ, സപ്പോസ് തൽക്കാലം ഇത്രയും വെക്കും, ഇത്രയും കാണിക്കാം. ഒരു കറസ്പോണ്ടിങ് ഡെൽറ്റ എക്സ് കമ്പോണന്റ്, ഡെൽറ്റ വൈ കമ്പോണന്റ്, കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ എസും ഉണ്ട്, ആർക്ക് ലെങ്ത് ചേഞ്ച്. കാരണം കർവാന്നല്ല, മറക്കില്ലേ? അപ്പം ബൈ പൈതഗോറസ് തിയറം ഡെൽറ്റ സ്ക്വയർ ഈക്വൽ ടു ഡെൽറ്റ വൈ സ്ക്വയർ പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ, അത് കിട്ടിയേ നിയർലി ഈക്വൽ ടു എന്നേ പറയാൻ പറ്റും. കാരണം ഈ മഞ്ഞ സ്ട്രെയിറ്റ് ലൈനും നമ്മുടെ ഈ ആർക്കും കണ്ടില്ലേ, ഈ ഗ്രേ കളറിലെയാണ് ആർക്ക്, ഇതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സോ നിയർലി ഈക്വൽ ടു എന്നേ പറയാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഡെൽറ്റ ടി വെച്ച് ഡിവൈഡ് ചെയ്യാം. ഡെൽറ്റ ടി സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യാം 3-നെ. അപ്പൊ എന്താണ്, ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ദ ഹോൾ സ്ക്വയർ നിയർലി ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനിയാണ് നമ്മൾ ഡെൽറ്റ ടിയെ ചെറുതാക്കിയാൽ, ഓക്കെ, നമ്മൾ ഡെൽറ്റ ടിയെ ചെറുതാക്കിയാൽ എന്ത് സംഭവിക്കും? അതായത് നമ്മുടെ ആദ്യത്തെ ടൈം എന്ന് പറഞ്ഞാൽ 0.010 ആയിരുന്നു. ഓക്കെ, അതായത് ആക്ച്വലി ഇവിടെ ചെറിയ, അതായത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ വൈറ്റ് ഡോട്ടും ഈ ഗ്രേ ഡോട്ടും എക്സാക്ട്ലി ഒരു പോയിന്റ് അല്ല, അവർ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ ചെറിയ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഡെൽറ്റ ടി 0.01ന്റെ വ്യത്യാസം ഇവരുടെ ഇടയിലുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു വൈറ്റ് ഷെയ്ഡ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ, ഡെൽറ്റ ടി അത്രത്തോളം ചെറുതാ. വേണ്ട, ഡെൽറ്റ ടി ഇച്ചൂടെ വലുതാ. ഞാൻ ഡെൽറ്റ ടി ഒരുപാട് കൂട്ടി. ഞാൻ ഡെൽറ്റ ടിയെ കുറച്ചോണ്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഡെൽറ്റ ടി ഒരുപാട് വലുതായിരിക്കുമ്പോൾ ഈ യെല്ലോയും ഇത് യെല്ലോ സ്ട്രെയിറ്റ് ലൈനും ഈ നമ്മുടെ ആർക്കും തമ്മിൽ കൺസിഡറബിൾ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഡെൽറ്റ ടി കുറച്ച് കൊണ്ടുവരുന്നതുകൊണ്ട് കണ്ടോ അവർ എക്സാക്ട്ലി മാച്ച് ചെയ്യാൻ ഏകദേശം സ്റ്റാർട്ട് ചെയ്തു. കണ്ടോ, ഇപ്പോൾ ഓൾമോസ്റ്റ് സെയിം ആവുന്ന, അങ്ങനെ കുറച്ച് വളരെ ചെറുതാക്കി അവർ എക്സാക്ട്ലി സെയിം ആവും. കാരണം അത്രയും ചെറുതാക്കിയ, മനസ്സിലായി? അപ്പൊ എന്താ, ഡെൽറ്റ ടിയെ നമ്മൾ ചെറുതാക്കി കൊണ്ടുവന്ന, നിങ്ങൾ പല കാര്യം ശ്രദ്ധിക്കണം. ഡെൽറ്റ ടി കുറയ്ക്കുമ്പോൾ ഓൾറെഡി ഡെൽറ്റ എക്സ് കുറയും. കാരണം എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് വൈ ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് ടി. അപ്പം ഡെൽറ്റ ടി കുറയ്ക്കുമ്പോൾ ഡെൽറ്റ എക്സും കുറയും, ഡെൽറ്റ വൈയും കുറയും. ആൻഡ് ഇത് നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഓക്കെ, ഈ എക്സാമ്പിളിൽ ഡെൽറ്റ ടി കുറയ്ക്കുന്നതനുസരിച്ച് ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും കുറയുന്നുണ്ട്. എല്ലാ കേസിലും അങ്ങനെ പറയണമെന്നില്ല, മേ ബി പല എക്സാമ്പിൾസ് കാണാം. പക്ഷെ നിങ്ങൾ ഇപ്പൊ അതിനെക്കുറിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട, ഈ എക്സാമ്പിൾ മാത്രം നോക്കുക. നമ്മൾ ഡെൽറ്റ ടി കുറയ്ക്കുന്നതനുസരിച്ച് ഡെൽറ്റ എക്സും ഡെൽറ്റ വൈ ഇവിടെ കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് പറ്റും, ആസ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഇൻപുട്ട് ഡെൽറ്റ വൈ ആൻഡ് ഡെൽറ്റ എക്സ് ആൻഡ് ഡെൽറ്റ വൈ സ്ട്രിങ് ടുവേർഡ് 0. കാരണം അവ രണ്ടും കുറയല്ലോ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ എന്ത് പറ്റും, നമുക്കിനി തൊട്ട് അങ്ങനെ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ആക്കി കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞ എന്താ, ഡെൽറ്റ ടി ടിയോട് ടെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെൽറ്റ എന്നുള്ള പേര് മാറ്റി ഡി എസ് എന്ന് വിളിക്കാം. അതെന്താ, ഞാൻ പറയാൻ കാരണമുണ്ട്. അതായത് വേറൊന്നുമല്ല, അത് സിമ്പിൾ നൊട്ടേഷൻസാണ്. കാരണം നമ്മൾ ഇപ്പം നോക്കിയാൽ ഇവിടെ വലിയൊരു ഡിഫറൻസ് കാണാൻ പറ്റും. ഇവിടെയും വലിയൊരു ഡിഫറൻസ്, ഇവിടെയും വലിയൊരു ഡിഫറൻസ് കാണാൻ പറ്റും. സാധാ വലിയ ഡിഫറൻസുകളെ നമ്മൾ ഡി ടേംസിലിട്ട് കാണിക്കാറില്ല, ഡി എസ് ഡി വൈ അങ്ങനെ കാണിക്കാറില്ല. നമ്മൾ ഡെൽറ്റ എന്നാണ് വിളിക്കാറ്. നമ്മൾ ഒരുപാട് ചെറുതാകുമ്പോഴാണ് അവരെ ഡി എസ് ഡി എക്സ് എന്നൊക്കെ വിളിക്കുന്നത്. ഇപ്പൊ ഡെൽറ്റ ടി ടെൻസ് 0 ആയതുകൊണ്ട് ഇവരെല്ലാം വളരെ ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് ഇനി അവരെ എന്ത് ചെയ്യാം, ഡി എസ് ഡെൽറ്റ എസ് മാറ്റി ഡെൽറ്റ ടി ഒക്കെ മാറ്റി ഡി എസ് ഡി ടി എന്നൊക്കെ വിളിക്കാം. സോ as limit delta t tends to 0, delta s divided by delta t the whole square equal to limit delta t tends to 0, delta x divided by delta t the whole square plus delta y by delta t the whole square എന്നാണ്. കണ്ടോ, ഇവിടെ ഈക്വൽ ടു ആയി. അത് നേരത്തെ നിയർലി ഈക്വൽ ടു ആയിരുന്നു, പക്ഷെ ഇവിടെ ഈക്വൽ ടു. അതിന് കാരണം എന്താ, ഡെൽറ്റ ടി അത്രയും ചെറുതായി. അത്രയും ചെറുതായതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ രണ്ട് ലെങ്ത് എക്സാക്ട്ലി മാച്ച് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ, ഡി എസ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ. സിമ്പിൾ, നമ്മൾ ഓൾറെഡി നമ്മുടെ ഡെറിവേറ്റീവിന്റെ കാര്യത്തിൽ തുടക്കം തൊട്ടേ പറഞ്ഞു തന്ന കാര്യം. ഈ കാണുന്ന എങ്ങനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്യുന്നത്, അതൊന്നുമില്ല. ഓക്കെ, ഇതാണ് എന്താണ് തരുന്നത്, അതായത് ഡി എസ് ബൈ ഡി ടി കണ്ടോ, ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ. ഇതെന്താണ് നമുക്ക് തരുന്നത്, എന്താ തരുന്നതെന്ന് ചോദിച്ചാൽ സ്പീഡിന്റെ സ്ക്വയർ. മനസ്സിലായി, സ്പീഡിന്റെ സ്ക്വയർ.
അതായത് ബേസിക്കലി ഈ കർവ് നോക്കിക്കഴിഞ്ഞാൽ ടൈമിനനുസരിച്ച് എക്സും മാറുന്നുണ്ട് വൈയും മാറുന്നുണ്ട് അല്ലേ? ഈ ഡെൽറ്റ എസ് എന്താ? ഇതും ഒരു ഡിസ്റ്റൻസ് അല്ലേ? ഓക്കെ, ആർക്ക് ലെങ്ത് അല്ലേ? ശ്രദ്ധിച്ച് നോക്ക്, ഈ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് അല്ലേ? ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ലെങ്ത് അല്ലേ? ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ലെങ്ത് അല്ലേ? അപ്പൊ ഇവിടെ എന്താ ആക്ച്വലി ചെയ്യുന്നത്? ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ്, ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇവിടെ ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, ഇവിടെ ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ മീൻസ് ലെങ്ത് അല്ലെങ്കിൽ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. അത് ആക്ച്വലി എന്താ നമുക്ക് സ്പീഡ്. സോ ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ബേസിക്കലി സ്പീഡിന്റെ സ്ക്വയർ തന്നെ. ഓക്കെ, അതെന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ, ഈ സ്പീഡിന്റെ ഒക്കെ ടേം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഇതിന്റെ റെലവൻസ് എന്താണെന്ന് ഇപ്പൊ പറഞ്ഞുതരാം. അതിന് മുമ്പ് എനിക്ക് കുറച്ച് സമയം എന്താ കുറച്ച് കാര്യം പറയാം. അതായത് നമ്മൾ ഇതിന് മുമ്പ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ സാധനം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അവിടെ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റയും വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റയും. അതെങ്ങനെ വന്നെന്ന് അവിടെ ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതിവിടെ വീണ്ടും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതറിയായിരുന്നു. എക്സ് ഈക്വൽ ടു എന്ത്? ആർ കോസ് തീറ്റയും വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റയും. ഇനി നമുക്കൊരു കാര്യം പറയാം. ആർ എന്തായിരുന്നു അവിടെ? ആർ എന്ന് പറഞ്ഞാൽ സെന്ററിൽ നിന്ന് നമ്മുടെ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു ആറ്. ഓക്കെ, നമ്മൾ ഈ കേസ് എടുക്കുക, ഈ സർക്കിളിന്റെ കേസ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ സെന്ററും ഈ സർക്കിളിന്റെ സെന്ററും സെയിം പോയിന്റ് ആണ്, മനസ്സിലായി? അതായത് നമ്മളവിടെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെന്ററും ഈ സർക്കിളിന്റെ സെന്ററും സെയിം തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന ആറ് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഓക്കെ, നമ്മൾ സർക്കിളിലോട്ടാണ് വരയ്ക്കാൻ നോക്കുന്നത്. ഓക്കെ, നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ആർ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ആർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ സർക്കിളിന്റെ റേഡിയസിനോട് സെയിം ആയിരിക്കും. കാരണം പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ സെന്ററും സർക്കിളിന്റെ സെന്ററും സെയിം ആണ്. നമ്മൾ എന്താ ചെയ്യാൻ നോക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ ഈ സർക്കിളിന്റെ ഓരോ പോയിന്റിലോട്ടും ട്രേസ് ചെയ്യാൻ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം നമ്മൾ അവിടെ ഓൾറെഡി രണ്ട് എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു സർക്കിളിലോട്ടും ഒരു സ്ട്രൈറ്റ് ലൈനിലോട്ടും ട്രേസ് ചെയ്യുന്ന എക്സാമ്പിൾ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സർക്കിളിലോട്ട് തന്നെ ട്രേസ് ചെയ്യാൻ നോക്കുന്നത്. സർക്കിളിന്റെ സെന്ററും പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ സെന്ററും സെയിം ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, ഓക്കെ, ഒബ്വിയസ്ലി ആർ എ ആയി. അപ്പൊ എന്താ വരും? എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റയും വൈ ഈക്വൽ ടു എ സൈൻ തീറ്റ ആയി. പക്ഷേ നമുക്ക് എപ്പോഴും അറിയാത്തൊരു കാര്യമുണ്ട്. അവിടെ നമ്മൾ തീറ്റയെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്, അതെങ്ങനെ ഇവിടെ വന്നപ്പോൾ ടി ആയി? അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. തീറ്റ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വേരിയബിൾ ആയിരുന്നു, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ ടി ആക്കി. അതല്ല ഇവിടെ സംഭവിക്കുന്നത്. ഈ ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്, അവിടുത്തെ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ആണ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ. സോ എനിക്കറിയാത്തൊരു കാര്യമുണ്ട്, എങ്ങനെ ഈ തീറ്റ ടി ആയി? ഓക്കെ, അവിടെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ കേസിൽ എക്സ് ആൻഡ് വൈ ആർ ഫങ്ഷൻസ് ഓഫ് തീറ്റ. അതായത് തീറ്റ മാറുന്നതിനനുസരിച്ച് എക്സും വൈ മാറും. ഇവിടെ നമ്മൾ കാണിച്ചേക്കുന്ന എക്സ് ആൻഡ് വൈ ആർ ഫങ്ഷൻസ് ഓഫ് എന്ത്? ടൈം എന്നാ. അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? പറഞ്ഞുതരാം. അതേതാ? ഈ കറയും കൊണ്ട് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലൈനെ കണ്ടില്ലേ? അത് ഈ പോയിന്റ് എത്തുമ്പോൾ ഇവിടെ തൊട്ടാ സ്റ്റാർട്ട് ചെയ്യണ്ട, 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് π/2 പൈയിലെത്തി, 3π/2 2πയിലെത്തുന്നു. ഓക്കെ, അതായത് ഇത് ഇങ്ങനെ ഓരോ പ്രാവശ്യവും ട്രേസ് ചെയ്ത് പൊക്കോണ്ടിരിക്കുമ്പോണ്ടേ ഫ്രം സ്റ്റാർട്ടിങ് ഹിയർ അണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടാണ്. ഇങ്ങനെ ആംഗിൾ മേക്ക് ചെയ്തുകൊണ്ടേ ഇത് പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടം വരെ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. വീണ്ടുന്നുണ്ട്, ഇവിടുന്ന് ആംഗിൾ മേക്ക് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. സോ അവിടെ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്, അത് മനസ്സിലായല്ലോ? ആ ആംഗിൾ ആണ് തീറ്റ. ഇവിടെ തീറ്റ ഈക്വൽ ടു ടി എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടൈം മാറുന്നതിനനുസരിച്ച് തീറ്റയെ മാറിക്കൊണ്ടിരിക്കുക നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അതാണ്. അതായത് 1 സെക്കൻഡ് കഴിയുമ്പം 1 റേഡിയൻ മാറും. ഓക്കെ, തീറ്റ ഓൾറെഡി തീറ്റ ഈക്വൽ ടു നമ്മൾ റേഡിയനിലാണ് മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ 1 സെക്കൻഡ് കഴിയുമ്പോൾ 1 തീറ്റ മാറും, 2 റേഡിയൻ മാറും. സോറി, ഐ ജസ്റ്റ് കൺഫ്യൂസ്ഡ്. 1 സെക്കൻഡ് കഴിയുമ്പോൾ 1 റേഡിയൻ വീതം മാറിക്കൊണ്ടിരുന്നാൽ, ഓക്കെ, ഇത് 0th സെക്കൻഡ്, ഫസ്റ്റ് സെക്കൻഡ് എത്തുമ്പോൾ എന്ത് ചെയ്ത്? ടൈം 1 സെക്കൻഡായി. തീറ്റ ഈക്വൽ ടു 1 റേഡിയനും കഴിഞ്ഞു. ടൈം 2 സെക്കൻഡ് ആകുമ്പോൾ നമ്മൾ തീറ്റ എത്ര? 2 റേഡിയൻ പാസ് ചെയ്ത്. ടൈം 3 സെക്കൻഡ് ആകുമ്പോൾ നമ്മൾ തീറ്റ എത്ര? 3 റേഡിയൻ പാസ് ചെയ്ത്. അങ്ങനെ ടൈം പൈ എത്തിയ നമ്മൾ എത്ര? പൈ റേഡിയൻ പാസ് ചെയ്ത്, അതായത് 180 ഡിഗ്രി. ഓക്കെ, നമ്മൾ ഇവിടെ ഈ പറയുന്ന സ്പെസിഫിക് കേസിൽ ഓരോ സെക്കൻഡ് മാറുന്നതിനനുസരിച്ചും ഓരോ റേഡിയൻ മാറിക്കൊണ്ടിരിക്കുക. സോ ടൈം മാറുന്നതിനനുസരിച്ച് ഇവിടെ തീറ്റ മാറുന്നുണ്ട്. ആൻഡ് അതിന്റെ റിലേഷൻ എന്താന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് പോകുന്ന റിലേഷൻ. അതായത് 1 സെക്കൻഡ് മാറുമ്പം എന്താണ്?
ഒരു റേഡിയൻ വീതം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ തീറ്റ നമ്മൾ ടി എന്ന് വിളിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ ഇതിൽ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇവിടെ ഈ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ, അപ്പൊ ഇതിങ്ങനെ ആംഗിൾ മേക്ക് ചെയ്തോണ്ടേ ഇരിക്കുമല്ലോ. ആ ആംഗിൾ മേക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ ഓരോ റേഡിയൻ വീതം മാറിക്കൊണ്ടേ ഇരിക്കും. അതായത് ഇങ്ങനെ കറങ്ങണമല്ലോ, ഇങ്ങനെ കറങ്ങിയാണ്ട് ഇവിടെ നിങ്ങൾക്ക് ടൈം കാണാമല്ലോ, ഇങ്ങനെ ടൈം കണ്ടോണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പം ഇത് ഓൾമോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ടൈം നോക്കിയാൽ 6.3, ഇത് ഒരു ഫുൾ കംപ്ലീഷൻ നടത്താൻ 6.3 സെക്കൻഡാണ് എടുക്കുന്നത്. അതുപോലെ ഈ പോയിന്റ് എത്തുമ്പോൾ ടൈം എന്താണെന്ന് ശ്രദ്ധിച്ചോണം, 3.1. ഓക്കെ, അതായത് ഇവിടെ ബേസിക്കലി സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോ സെക്കൻഡിലും ഓരോ റേഡിയൻ വീതം മാറിക്കൊണ്ടിരിക്കുക. ഓക്കെ, അത് ഞാൻ എങ്ങനെ പറയുന്നതെന്ന് വെച്ചതാണ്ടേ, ഇവിടം വരെ എത്തുമ്പോൾ പൈ റേഡിയൻ ആണ്. അതുപോലെ ഇവിടം വരെ എത്തുമ്പോൾ എത്ര സെക്കൻഡ് എത്തിയെന്ന് നോക്ക്, 3.14 സെക്കൻഡ് എത്തിയ. 3.14 സെക്കൻഡ് എന്താ, പൈ. അതായത് പൈ സെക്കൻഡ് കഴിഞ്ഞപ്പോൾ പൈ റേഡിയൻ ഷിഫ്റ്റ് ചെയ്ത്. ഓക്കെ, അതുപോലെ 2π സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 2π റേഡിയൻ ഷിഫ്റ്റ് ചെയ്ത്. 2π റേഡിയൻ എന്ന് പറഞ്ഞാൽ 6.2 അല്ലെ 6.3, ഓൾമോസ്റ്റ് ആ ഒരു വാല്യൂ. സോ ഇവിടുത്തെ ഈ ഒരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ തീറ്റ എങ്ങനെ മാറുന്നതെന്ന് വെച്ചാൽ ഓരോ സെക്കൻഡിലും ഓരോ റേഡിയൻ വീതം മാറിക്കൊണ്ടിരിക്കുക. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തീറ്റയ്ക്ക് പകരം ടി ഇട്ട് റെപ്രസെന്റ് ചെയ്തത്. മനസ്സിലായേ? അതുകൊണ്ടാണ് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്ന് പറയുന്നത് ഇവിടെ എ കോസ് ടി ചെയ്തും വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് പറഞ്ഞത് എ സൈൻ ടി ചെയ്തും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഡി എക്സ് ബൈ ഡി ടി എടുക്കുക, ഡി വൈ ബൈ ഡി ടി എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, ഡി എക്സ് ബൈ ഡി ടി മൈനസ് എ സൈൻ ടിയും കിട്ടും, ഡി വൈ ബൈ ഡി ടി എ കോസ് ടിയും കിട്ടും. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഇക്വേഷനെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, ഡി എസ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് എ സൈൻ ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ കോസ് ടി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും, എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ടി എന്ന് കിട്ടും. എന്ന് വെച്ചാൽ എ സ്ക്വയർ ഇങ്ങനെ വെളിയിൽ പുൾ ഔട്ട് ചെയ്തെടുത്താൽ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. എ സ്ക്വയർ ഇൻറ്റു 1 നമുക്ക് എന്ത് കിട്ടും, എ സ്ക്വയർ. ഓക്കെ, ഡി എസ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡി എസ് ബൈ ഡി ടി എന്താ, എ. ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എ എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ, അതായത് നമുക്ക് ഇവിടെ സ്പീഡാ കിട്ടിയേക്കുന്നത്, എന്ത്, ആർക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പീഡാ നമുക്ക് കിട്ടിയത്. മനസ്സിലായോ? മനസ്സിലായില്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് ഡി എസ് എന്താണ്, ഇവിടെ ചെറിയ 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 ആർക്കുകളാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം ഇതെല്ലാം കണക്ട് ചെയ്ത് വരണമെങ്കിൽ ഞാൻ ഇപ്പോഴേ പറയാം, ഇത് മനസ്സിലാവണേ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്താണെന്നും ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അല്ലാതെ കുറ്റം വന്നിട്ട് കാര്യമില്ല. ഓക്കെ, അവിടെ നമ്മൾ ഓൾറെഡി ഡി എസ് എന്താന്ന് വന്നിട്ടുണ്ട്, അതായത് ടൈനി 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 ആർക്ക് ലെങ്ത്. ഡി എസ് ബൈ ഡി ടി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ടൈം മാറുന്നതനുസരിച്ച് ഡി എസ് എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്, അതായത് എത്രത്തോളം ഡി എസ് മാറിക്കൊണ്ടിരിക്കുക. അതിന്റെ അർത്ഥം ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ അകത്തൊരു പോയിന്റ് വെച്ചാൽ ഈ പോയിന്റ് എത്രത്തോളം ഡി എസിനെ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ടൈം ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതായത് ചേഞ്ച് ഇൻ ഡി എസ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം. അതായത് ബേസിക്കലി വന്ന് ഇതിൽ കറങ്ങുന്ന ഈ പാർട്ടിക്കിളുടെ സ്പീഡാ. ഓക്കെ, അതായത് ബേസിക്കലി ഫുൾ സർക്കിളിനെ നമുക്ക് ഒരുപാട് ഡി എസ് പാർട്ടിക്കിൾസ് ആക്കി കട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ എക്സാക്ട് പൊസിഷൻ ടൈം കർവിന്റെ അത് എക്സാക്ട് സാധനം പോലെ തന്നെ. ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താ, ചേഞ്ച് ഇൻ ഡി എസ് ബൈ ചേഞ്ച് ഇൻ ടൈം, അതായത് ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് ചേഞ്ച് ഇൻ ടൈം. അതായത് ആക്ച്വലി പറഞ്ഞ ഈ പാർട്ടിക്കിളിന്റെ സ്പീഡാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? ഈ ഡി എസ് ബൈ ഡി ടി എന്ന് പറയുന്നത് ആക്ച്വലി ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പാർട്ടിക്കിളിന്റെ സ്പീഡാണ്. അതെങ്ങനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കാരണം ഇതൊരു ഫുൾ സർക്കിൾ, ഇതിനെ നമ്മൾ ഒരുപാട് ഡി എസ് ആയിട്ട് കട്ട് ചെയ്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ, അതായത് ഡി എസ് ചേഞ്ച് ഇൻ ടൈനി എന്താണ് ഡിസ്റ്റൻസുകളാണല്ലോ. അപ്പം ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, സോ അത് നമുക്ക് தெரிஞ்சതെന്ന് വെച്ചാൽ ഇത് ഈ കർവിൽ കൂടെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന പാർട്ടിക്കിളിന്റെ സ്പീഡാണ്. ആൻഡ് ഈ എ എന്ന് പറഞ്ഞ ഈ പാർട്ടിക്കിളിന്റെ സ്പീഡാണ്. മനസ്സിലായ? അതായത് ഇങ്ങനൊരു സർക്കിൾ എടുത്താൽ, ഓക്കെ, പോളാർ സിസ്റ്റത്തിന്റെ സെന്ററും ആ സർക്കിളിന്റെ സെന്ററും സെയിം ആയിട്ടുള്ള ഒരു സർക്കിൾ എടുത്താൽ, ഓക്കെ, ഓരോ സെക്കൻഡ് മാറുന്നതനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ റേഡിയൻ വീതം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കിൾ ആണെങ്കിൽ ആ സർക്കിളിന്റെ അകത്തോടെ ഒരു പാർട്ടിക്കിൾ ഓടിയാൽ അവന്റെ സ്പീഡ് എന്ന് പറയുന്നത് അതിന്റെ റേഡിയസിനോട് സെയിം ആയിരിക്കും. മനസ്സിലായ? ഇതാണ് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു കേസ് പറയാം. അതായത്
ഇനി ഇപ്പൊ ടി അല്ല, നമ്മൾ കെ ടി എടുക്കുന്നത്, അതായത് എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈക്വൽ ടു എ സൈൻ കെ ടി. ഇവിടെ കെ ടി എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് വ്യത്യാസം മനസ്സിലാവും. ഇവിടെ കെ ടി എന്ന് പറഞ്ഞതിന്റെ ആക്ച്വൽ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ടൈം 1 സെക്കൻഡ് മാറുമ്പോൾ നമ്മുടെ തീറ്റ കെ ടൈംസ് ഷിഫ്റ്റ് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇവിടെ 10 ആണ് എന്റെ കെ എന്ന് എടുത്തെന്ന് വെച്ചോ, ഞാൻ ടൈം 1 സെക്കൻഡ് മാറി എന്റെ തീറ്റ എന്ന് പറയുന്നത് 10 ഇൻറ്റു 1 ടൈംസ് റേഡിയൻ ഷിഫ്റ്റ് ചെയ്യും. അതായത് ഞാൻ ഒരു ടൈം 1 സെക്കൻഡ് മാറുമ്പോൾ 10 റേഡിയൻ എന്റെ ആംഗിൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. മനസ്സിലായി? നേരത്തെ കേസിൽ നമ്മൾ ടൈം 1 സെക്കൻഡ് മാറുമ്പോൾ ആംഗിളും 1 റേഡിയനെ ഷിഫ്റ്റ് ചെയ്യുമെങ്കിൽ, ഇവിടെ ടൈം 1 സെക്കൻഡ് മാറുമ്പോൾ ആംഗിള് 10 ടൈംസ് ദാറ്റ് എന്താണ് ടൈം ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായോ? അതാണ് ഇവിടുത്തെ ആക്ച്വൽ ബേസ് മീനിങ്. അപ്പൊ എന്ത് പറ്റും? സ്പീഡ് കൂടും. ഒബ്വിയസ്ലി അറിയാലോ, കാരണം 1 സെക്കൻഡ് 1 റേഡിയൻ പോകുന്നതും 1 സെക്കൻഡ് 10 റേഡിയൻ പോകുന്നതിന്റെ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് എന്തായാലും അറിയാമല്ലോ. അല്ല കെ 1ലും താഴെയാണെങ്കിൽ ഇത് സ്ലോവർ ആവും. മനസ്സിലായോ? കെ 1ലും താഴെ ഇത് സ്ലോവർ ആവും. അപ്പൊ എന്ത് പറ്റും? എക്സ് ഈക്വൽ ടു എ കോസ് ടിന്നും വൈ ഈക്വൽ ടു എ സൈൻ കെ ടിന്ന് എക്സ് ഈക്വൽ ടു എ കോസ് കെ ടിന്നും വൈ ഈക്വൽ ടു എ സൈൻ കെ ടിന്ന് കൊടുക്കും. അപ്പോൾ എന്ത് വരും? ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് എ കെ സൈൻ കെ ടി ഡി വൈ ബൈ ഡി ടി എ കെ കോസ് കെ ടി എന്ന് കിട്ടും. നമുക്കറിയാലോ ഡെറിവേഷൻ തന്നെ. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏറ്റവും അവസാനം നമുക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു എ കെ. അതായത് ഈ ഒരു കേസിൽ, ഓക്കെ, അതായത് ഈ ഒരു സ്പെസിഫിക് കേസ്, ഈ കേസിൽ എന്താണ്? പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ സെന്ററും സർക്കിളിന്റെ സെന്ററും സെയിം ആയിട്ടുള്ള ഒരു ടൈം 1 സെക്കൻഡ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കെ ടൈംസ് റേഡിയൻ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സർക്കിളിന്റെ കേസിൽ അതിന്റെ സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ, അതിന്റെ അകത്തോട് ഓടുന്ന പാർട്ടികളുടെ സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ എ കെ ആയിരിക്കും. അതായത് റേഡിയസ് ടൈംസ് ആ കെ ഷിഫ്റ്റ്. മനസ്സിലായ? ഇതാണ് ഈ പറയുന്നത്. ഇനി ഒരു തേർഡ് എക്സാമ്പിൾ, എലിപ്സിന്റെ കേസ്. അതായത് ഇതാണ് എലിപ്സ്. ഇതാണ് എലിപ്സിന്റെ ഇക്വേഷൻ. എക്സ് ഈക്വൽ ടു 2 സൈൻ ടി വൈ ഈക്വൽ ടു കോസ് ടി. നമ്മൾ ഇക്വേഷൻ എടുക്കുകയാണ്. ഓക്കെ, എലിപ്സിന്റെ ഇക്വേഷൻ ആണ്. എനിക്ക് വേറെ അടുത്ത് കിട്ടിയ എക്സാമ്പിളാണ്. സോ മേ ബി ഇതായിരിക്കാം കറക്റ്റ് ഫോർമുലാസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ടൈം ടി ഈക്വൽ ടു 0യിൽ നമ്മൾ ഇതിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എക്സ് 0യോ വൈ 1ഉം കിട്ടും. അപ്പോൾ പോയിന്റ് എന്താ? 0 1. അത് ടൈം പൈ ബൈ 2 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു 2ഉം കിട്ടും, വൈ ഈക്വൽ ടു 0ഉം കിട്ടും. അപ്പൊ എന്താ? 2 0 കിട്ടും. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? ടൈം 0യിൽ ഈ പോയിന്റിൽ എന്താണ്? എക്സ് 0ഉം വൈ 1ഉം ആണ്. ഓക്കെ, ടൈം ടി ഈക്വൽ ടു 0യിൽ എക്സ് 0ഉം വൈ 1ഉം. അതേതാ? ഈ പോയിന്റ്. ഇതാ പോയിന്റ്. ഓക്കെ, ഇതല്ല, ഇതാ പോയിന്റ്. ഓക്കെ, ഇനി അറ്റ് ടി ഈക്വൽ ടു പൈ ബൈ 2യിൽ എക്സ് എന്ത് കിട്ടും? 2 വൈ 0 കിട്ടും. 2 0. ഇതാണ് ഈ പോയിന്റ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇക്വേഷൻസ് ഉപയോഗിക്കുക. എന്ത്? ഡി എക്സ് ബൈ ഡി ടി ഡി വൈ ബൈ ഡി ടി, എന്നിട്ട് ഡി എസ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ എടുക്കുന്നു. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി എസ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇവിടെ നമുക്ക് ആർക്ക് ലെങ്ത് എടുക്കണമെങ്കിൽ, അതായത് ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞ സാധനം, ഡി എസ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത്? 4 കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി എന്ന് കിട്ടി. അപ്പം ഡി എസ് ബൈ ഡി ടി എന്ന് കിട്ടും റൂട്ട് ഓഫ് 4 കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി എന്ന് കിട്ടും. അപ്പൊ ഡി എസ് എന്ത് കിട്ടും? 4 കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. ഡി എസ് എന്താണ്? ചെറിയ ആർക്കിന്റെ ലെങ്ത്. അപ്പൊ ഫുൾ ലെങ്ത് കിട്ടണേ എന്ത്? നമ്മൾ ഇന്റഗ്രേറ്റിംഗ് ഫ്രം എവിടം തൊട്ട് എവിടം വരെ? കണ്ട, ഇവിടം തൊട്ട് ഇവിടം വരെ, 0 തൊട്ട് 2π വരെ. കണ്ട, 0 തൊട്ട് 2π വരെ. മനസ്സിലായോ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. സോ ബേസിക്കലി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി എന്താ? ഈ എക്സാമ്പിളുകളിൽ നമ്മുടെ പാരാമെട്രിക് പോളാർ സിസ്റ്റത്തിന്റെ എക്സാമ്പിളിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ഫംഗ്ഷൻ ഓഫ് തീറ്റയാണ്. അവിടെ ആക്ച്വലി എന്താ തരുന്നതെന്ന് വെച്ചാൽ, അവിടെ നമുക്ക് ഷെയ്പ്പാണ് തരുന്നത്. മനസ്സിലായോ? നമ്മുടെ കർവിന്റെ ഷെയ്പ്പാണ് അവിടെ തന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ആക്ച്വലി തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കർവിന്റെ ഷെയ്പ്പ് ആണെങ്കിൽ, ഇവിടെ പാരാമീറ്ററൈസ്ഡ് സിസ്റ്റത്തിൽ നമുക്ക് ആ കർവിൽ കൂടെ ഓടുന്ന പാർട്ടികളുടെ സ്പീഡാണ് തന്നുകൊണ്ടിരിക്കുന്നത്. സോ ബേസിക്കലി നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണും.
എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ കണ്ടു നോക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തനത്താര എഴുതി റിസർച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് വൺ മോർ തിങ് ഈസ്, ഇത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയണം, പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ കോൺസെപ്റ്റ് അറിയണം. ഇത് രണ്ടും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമുള്ളൂ. കാരണം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് ഇത് വളരെ ലോങ് ആയിപ്പോകും. അതാണ് പ്രശ്നം.